നോമ്പുകാർക്ക് നോമ്പ് തുറയൊരുക്കൽ വളരെ ശ്രേഷ്ഠമേറിയ സൽക്കർമ്മമാണ്. വല്ലവനും ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ നോമ്പിന്റെ പ്രതിഫലം അവനെപ്പോലെ നിനക്കും ലഭിക്കുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. നമുക്കിടയിൽ സ്നേഹവും മൈത്രിയും ഊട്ടിയുറക്കാൻ ഇഫ്താർ സംഗമങ്ങൾ കാരണമാകും. സ്നേഹവും സാഹോദര്യവും സൃഷ്ടിക്കപ്പെടുന്ന കാര്യങ്ങളുമായി നിരന്തരം ബന്ധപ്പെടൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംഘടനയുടെ കാര്യം ഇത് നാട്ടുകാരെന്ന നിലയിലും സ്ഥലം MLA-യും ഇനിയും ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ട് ആ കാര്യം നമുക്ക് എളുപ്പത്തിൽ കഴിയുന്ന രീതിയിൽ ആക്കി തീർക്കാൻ നിങ്ങളൊന്ന് മനസ്സ് കൊടുക്കുകയാണ് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ വഹിക്കാൻ വേണ്ടിയിട്ട് MLA സാഹിബ് മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും അതുപോലെയുള്ള മറ്റ് സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. ഇതിപ്പോൾ പെരുന്നാളിൻ്റെ പെരുന്നാൾ ഇപ്പോൾ ചന്ദ്രക്കല കാണുന്നതോടുകൂടി നമ്മൾ ഈ പരിപാടി നിർത്തുകയില്ല. SYS ആയാലും SSF ആയാലും മറ്റ് സംഘടനയാലും ഇത് കേരളത്തിൻ്റെ മണ്ണിൽ ഇങ്ങനെ അനുസൂചം തുടരും. അപ്പോൾ ഒരുപാട് നല്ലവരായ മനുഷ്യരുടെ സഹകരണങ്ങൾ കൊണ്ടാണ്, അവരുടെ ഉദാരമായ മനസ്സിൻ്റെ നന്മകൾ കൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നത്. ഇവിടെയും വളരെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ നന്നായി പ്രാവശ്യം നമുക്ക് ഈ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. അതിന് ഒരുപാട് ആളുകൾ നമ്മെ സഹായിച്ചിട്ടുണ്ടാകാം. ഈ അവസരത്തിൽ നമുക്ക് ജഗന്യന്താവായ അള്ളാഹുവിനോട് നമ്മെ സഹായിച്ച എല്ലാ ആളുകളെയും എല്ലാ അവസരങ്ങളിലും തുണക്കണം, സഹായിക്കണമെന്ന് ജഗന്യന്താവായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ അവസരത്തിൽ ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ ആളുകൾ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, വീടില്ലാത്ത കഷ്ടപ്പെടുന്ന ആളുകൾ, ദാരിദ്ര്യം കൊണ്ട് കുറിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള സഹോദരന്മാരെയൊക്കെ സംരക്ഷിക്കേണ്ടതും അവരെ സഹായിക്കേണ്ടതുമൊക്കെ നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ആ കടമ നിർവഹിക്കുവാൻ SYS SSF-ൻ്റെ അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നെല്ലിക്കുന്ന് ശാഖ മുന്നോട്ട് വന്നു എന്നത് തീർച്ചയായും വളരെയധികം ശ്ലാഘനീയമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഭാരവാഹികളെ, നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ ആ കാര്യത്തിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. എൻ്റെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനും എനിക്ക് അവസരം കിട്ടുക എന്നത് മറ്റ് ഒരുപാട് പരിപാടികൾ, മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായ കാര്യമാണ് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്നതുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ കേരള മുസ്ലിം ജമാഅത്തും SSF-ഉം ഇവിടെ സംഘടിപ്പിച്ച ഈ റിലീഫിൻ്റെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാധാരണ നമ്മുടെ കുട്ടികളെയൊക്കെ ഉല്ലാസയാത്രകൾക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞെന്ന് വരില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ആശുപത്രികൾ സന്ദർശിക്കുന്ന ഒരു സന്ദർഭം കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാവും. കാരണം ഓരോരോ അസുഖവും വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്നതിൻ്റെ ഭാരിച്ച ചെലവ് അത് മനസ്സിലാക്കിക്കൊണ്ട് ചികിത്സിക്കാൻ പോലും പോകാനാവാത്ത തരത്തിലുള്ള വീടുകളിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും രോഗവുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനത്തിലുണ്ട്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇനി അങ്ങനെ വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ നാട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് എങ്ങനെയാണ് അറുതി വരുത്തേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാർ കൂടി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിർവഹിക്കാൻ നമുക്ക് ആളുകൾ, നമ്മുടെ സമൂഹം കൃത്യമായിട്ട് അത് നടത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ ചോദിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനുള്ള ഒരർത്ഥം അതിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള
ആ കാര്യങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ ലോകത്തിൻ്റെ ഇടയിലേക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങളിൽ കൂടി മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആളുകളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സഹകരണമാണ് നമുക്ക് നമ്മുടെ ചുറ്റുപാടായിട്ട് നമ്മുടെ ഇവിടെ നടത്തിയിരിക്കുന്ന SYSSൻ്റെയും അതുപോലെ SSFൻ്റെയും ഇവിടെ നേതൃത്വത്തിൽ നടന്ന ഈ കിറ്റ് വിതരണം അതുപോലെ സഹകരണമൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് അതുപോലെ തന്നെ പണമായി നൽകിയ ആൾക്കാരുണ്ട്. ശാരീരികമായി പല ആൾക്കാരുടെ അടുത്തും പോയി കാര്യങ്ങൾ ചോദിച്ച് ഇതിലേക്ക് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സ്വന്തം താല്പര്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും. പ്രവർത്തന രംഗത്ത് തുല്യതയില്ലാത്ത മാതൃകകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് SYS SSF നല്ല ബോധവൽക്കരണം വേണം. നമ്മളാരോ പറഞ്ഞു പറ്റിച്ചു, ഇത്ര മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങിയിരിക്കണം, ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം, അത് പറഞ്ഞു പറ്റിച്ചതാണ്. കാരണം എൻ്റെ ശരീരത്തിന് ആവശ്യമായ വെള്ളത്തിൻ്റെ അളവല്ല തൊട്ടടുത്തിരിക്കുന്ന ഉസ്താദിന് വേണ്ടത്. ഇർഫാദിന് വേണ്ട ഉറങ്ങിൻ്റെ സമയമല്ല എനിക്ക് വേണ്ടത്. ഓരോ ശരീരവും താമസിക്കുന്നിടവും ഭക്ഷണവും കാലാവസ്ഥ. നമ്മുടെ നാട്ടിൽ കിഡ്നി രോഗികളും ക്യാൻസർ രോഗികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരാൾ എന്നുള്ള രീതിയിൽ ഈ രോഗങ്ങൾ നമുക്ക് തുടങ്ങുമ്പോൾ മറ്റെല്ലാ ഹദീസിനും മുമ്പ് ആദ്യമായി ഞങ്ങൾക്ക് ശിഷ്യന്മാർക്ക് കേൾപ്പിച്ചു തരുന്നത് റഹീമൂന യർഹമുക്കുമുർ റഹ്മാനു വതബാറക വതആല ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇതൊക്കെയാണ് സാന്ത്വന പ്രവർത്തനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ തീബൽ കലാം വൈത്ത് ആമുത്ത, നല്ല സംസാരവും ഭക്ഷണം ഭക്ഷിപ്പിക്കലുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ്റെ ജനനം തൊട്ട് മരണം വരെ എല്ലാ മേഖലകളും അള്ളാഹുവിൻ്റെ ജലാലത്തിൻ്റെ ഇസ്മിന് ശേഷം അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ എടുത്ത 2 പദങ്ങൾ, 2 ഇസ്മുകൾ, റഹ്മാൻ റഹീം എന്നുള്ളത്. ഈ പദം ഉത്ഭവിച്ചിരിക്കുന്ന റഹ്മത്ത് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഞങ്ങളൊക്കെ മാലേക്ക് വന്നാൽ കേടുവരും എന്നത് ഇവിടെ പറഞ്ഞല്ലോ. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന് ഗുണമല്ലാത്തതൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. റമദാൻ മാസമാണ്. റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിൻ്റെ ഷർത്ത് പറഞ്ഞ കൂട്ടത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? താക്കത്ത് വേണം ഒരാൾക്ക്. നല്ല ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരനാണ്. പക്ഷെ ഡോക്ടർ പറയും നിൻ്റെ പള്ള കാലിയാകാൻ പറ്റില്ല, നീ നോമ്പെടുക്കുക. ഷുഗർ പല കോലത്തിലും ഉണ്ട്. ഏതോ ഒരു ഷുഗർ, ആ തരം ഷുഗറുള്ള ആൾ നോമ്പ് നോക്കരുത് എന്നാണ് കഴിഞ്ഞ വർഷം ജാമിയത്തുൽ അസ്ഹറിൻ്റെ ഫത്വ ഉണ്ടായത്. ആൾക്ക് മരണം വരെ സംഭവിച്ചോ എന്നതുപോലെ ഇപ്പം ഇൻഷുറൻസ് എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളൊക്കെ ഒരു ബേജാറാകലുണ്ട്. സത്യത്തിൽ എന്താണ് ഇൻഷുറൻസ് എന്ന്? അത് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ അതിലേക്ക് നൽകുന്ന വണ്ടിക്ക് ഇപ്പോൾ ഇൻഷൂർ കിട്ടുമ്പോൾ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഒന്ന് കുത്തിയിട്ട് വേണമെന്ന് ക്ലെയിം ചെയ്യാനെന്ന് ആരെങ്കിലും താല്പര്യപ്പെടാറുണ്ടോ? ഇല്ല. അള്ളാൻ്റെ ഖളായിൽ അങ്ങനെ ഒരു ദുരിതം വന്നാൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ് വെച്ചൊരു സംവിധാനമാണ്. അപ്പം ആ പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കണം. അത് നിയമമാണ്. പിന്നീട് ഇടങ്ങാറുണ്ടാകും. അപ്പോൾ പിന്നെ കുറേ ആളുകൾ എന്ത് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം മറവ് ചെയ്തു. ഇപ്പോൾ പറയുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യണം. മറവ് ചെയ്തിട്ട് 2 ആഴ്ച ആറായി. ഇനി അത് ഇല്ലാതാക്കാൻ വല്ല പണിയുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബോധവൽക്കരണം വിഷയം രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസൃതമാകുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയും പിന്നെ ചെറിയ ഇത് വന്നു. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ കുടുംബം മുഴുവനും പ്രൈവറ്റിലേക്ക് പറയുന്നു. നമ്മൾ തള്ളിയിട്ട് എന്ത് ചെയ്തു? പരിയാരത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പരിയാരത്തെ ആർട്ടിൻ്റെ വിഭാഗത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റലുണ്ടല്ലോ കാഞ്ഞങ്ങാട്, അവിടത്തേക്ക് മാറ്റി. 5 പൈസ ഇല്ലാതാണ് 3 സ്റ്റണ്ട് ഇട്ടിട്ട് ആൾ ഇറങ്ങി വന്നത്. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തുന്നിടത്തേക്ക് നമ്മൾ എത്തണം. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്നിലേക്ക് വന്ന ഒരു ഫോൺ കഴിഞ്ഞ റമദാനിൻ്റെ തുടക്കത്തിൽ കാർഡുകളും മറ്റൊക്കെ നല്ല ബോധവൽക്കരണം അതിൽ വേണം. ഈ അടുത്ത് അള്ളാഹു എല്ലാവർക്കും ശമനം നൽകുമാറാകട്ടെ. സാന്ത്വന പ്രവർത്തനങ്ങൾ ഇബാദത്താണ്. അപ്പോൾ ഇബാദത്താകുമ്പോൾ ആ ഒരു നിയത്തോടു കൂടി നമ്മൾ ഇതിനെ പെരുമാറുകയും അൽഹംദുലില്ലാ നെല്ലിക്കുന്ന് പോലത്തൊരിടത്ത് ഇത്രയും വിശാലമായി വർഷങ്ങളായി
ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയുന്നു എന്നുള്ളത് അള്ളാഹു ചെയ്തു തരുന്ന വലിയ നിഅമത്താണ്. ഞാൻ ഈ സഭയിലും വന്നപ്പോൾ ഞാൻ ചെയർമാൻ പറഞ്ഞ് ഞാനിങ്ങനെ നോക്കിയത്, ഇതിൽ SSFകാരില്ല, ഇതിൽ SSFകാരില്ല, ഇതിൽ SSFകാരില്ല എന്ന് കൈകാര്യം ചെയ്യാൻ ആളില്ല. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതി നലച്ചു പോകുമെന്നാണ് പറയണത്. നമ്മളെപ്പോഴും വായിക്കാറുണ്ട്, പള്ളികളിൽ ജമാഅത്ത് നടക്കുമ്പോൾ പിന്നാമ്പുറത്തുനിന്ന് കളി സമ്പത്തും മറ്റു എല്ലാം നൽകി ഈ ദീനിന് വേണ്ടി ജീവൻ അർപ്പിച്ച ശുഹദാക്കളുടെ പ്രതിഫലമാണ്. പാവങ്ങൾക്ക് വേണ്ടി, അവരെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി, അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം ശുഹദാഇന്റെ പ്രതിഫലമാണ് എന്ന് മറ്റൊരു ഇടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 വർഷം മദീനയിൽ താമസിച്ചു. അവിടുന്ന് രണ്ടാമത് മദീനയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ പോയി ദീനീ പ്രബോധനങ്ങളൊന്നും നടത്തിയില്ല. എല്ലാവരോടും നിങ്ങൾ ദീനിലേക്ക് വരണം, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം എന്നൊന്നും പറഞ്ഞില്ല. മറിച്ച് അവിടെ വർഷങ്ങളോളം വളരെ തർക്കത്തിലും യുദ്ധത്തിലും ഏർപ്പെട്ടിരുന്ന ഔസ് ഖസ്റജ് 2 ഗോത്രക്കാരെ എങ്ങനെയെങ്കിലും ഏകോപിപ്പിക്കണം എന്ന രീതിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ട് അവിടെ ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. മറ്റൊരു കാര്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അത്ഇമത്ത് തുആം, പാവങ്ങൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അത് നമ്മൾ ഏത് ചരിത്രം പരിശോധിച്ചു നോക്കിയാലും ആദം നബി അലൈഹിസ്സലാം മുതൽ മറ്റു പ്രവാചകന്മാർ, 1,000-ലധികം പ്രവാചകന്മാർ ഈ ലോകത്ത് പ്രവർത്തിച്ചവരാണ്. അവരൊക്കെ ചെയ്ത പ്രവർത്തനമാണ് പാവങ്ങൾക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത്. അതിനുശേഷം സ്വഹാബികളും താബികളും താബികളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു അവരെ അടുത്ത വർഷമാകുമ്പോഴേക്കും ആ കൊടുക്കുന്നവരുടെ ഗണത്തിൽ പെടുത്തട്ടെ എന്ന് നമുക്ക് ദുആരിക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ പ്രവർത്തനം എന്നുള്ളത് അവൻ്റെ സാമൂഹികപരമായിട്ടുണ്ടാവുന്ന ഉത്തരവാദിത്വവും കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നുള്ളത് ഇപ്പം ഏകദേശം ഈ ഒരു സർക്കിളിൻ്റെ അകത്ത്, ഈ ഒരു ചെറിയൊരു സറൗണ്ടിങ്സിൻ്റെ അകത്ത് നെല്ലിക്കുന്ന് യൂണിറ്റ് ഏകദേശം 2 ലക്ഷം വരെ വരുന്ന രൂപയുടെ അസറ്റ് ഉണ്ട് എന്നാണ് ഞാനിവിടെ ഈ മനസ്സിലാക്കുന്നുള്ളത്. ഈ നിങ്ങൾ കൊടുത്ത പിന്നെ ട്രാൻസ്പ്ലാന്റേഷന് കൊടുത്ത ഫണ്ടും, കിഡ്നി രോഗി പിന്നെ ക്യാൻസറിന് കൊടുത്ത ഫണ്ടും മറ്റു സഹായവും, ഈ കിറ്റ് മിക്കവാറും ഒരു 1500-1300 ലെവലിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുള്ളത്. മേ ബി അങ്ങനെ ഉണ്ടാവായിരിക്കാം. അങ്ങനെ വരുമ്പോൾ 90 കിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,17,000 രൂപേൻ്റെ മുകളിലേക്ക് കയറി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 2 ലക്ഷം രൂപ എന്ന് പറയുന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്നൊരു സഹായമായിരിക്കും. പക്ഷെ എങ്കിലും നമ്മളതെല്ലാവർക്കും അതിൻ്റെ കൂലി കിട്ടണം എന്ന താല്പര്യപൂർവ്വം ഒരു പക്ഷേ ഇതിന് മുന്നോടിയായിട്ട് ഓരോരുത്തരിൽ നിന്നും 100 രൂപയും 200-ഉം 500-ഉം 1000-ഉം 1 ലക്ഷവും അതുപോലെ തന്നെ 20,000 10,000 ഒക്കെ ചോദിച്ച് പിന്നാലെ കൂടി, അതല്ലെങ്കിൽ ഒരു സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒന്ന് പറയുന്ന മാത്രം പൈസ തരുന്നില്ല, അങ്ങനത്തെ ചില കുറെ എക്സ്പീരിയൻസ് കൊടുക്കണം എന്ന് പറയുന്നുള്ളത്, അത് ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ പ്രവർത്തനമാണ്. നോക്കൂ നിങ്ങൾ, ഇതിലൂടെ നമ്മുടെ മാർക്കറ്റിലേക്ക് ഒരു മനുഷ്യന്റെ സാമൂഹികപരമായ ഉത്തരവാദിത്തമാണ് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, 2 ലക്ഷം രൂപ നമ്മുടെ കാസർഗോഡ് ടൗണിൽ ഏതോ ഒരു കടയിലേക്ക് ഈ 1,17,000 രൂപ പോയി എന്നുള്ളതാണ്. അയാളുടെ കുടുംബം, അയാളുടെ മക്കള്, അയാളുടെ പെരുന്നാൾ ഡ്രസ്സ്, അയാളുടെ സക്കാത്ത്, അയാളുടെ സ്വതക്ക, അയാളുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഈ നെല്ലിക്കുന്ന് യൂണിറ്റിൽ നിന്നും ഫണ്ട് പോയി. അത് നമ്മൾ ആലോചിക്കാറില്ല. അയാളുടെ കുടുംബം പരിപാലിക്കുന്നതും അയാളുടെ കുടുംബം ഏറ്റവും നന്നായി ജീവിക്കുന്നുള്ളതും നിങ്ങൾ കൊടുത്ത ഒരുപക്ഷെ ഈ ഒരു ഫണ്ട് കൊണ്ടായിരിക്കാം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നോക്കൂ, നിങ്ങൾ ഈ കൊടുക്കുന്ന കിറ്റ് എന്ന് പറയുന്നുള്ളത് ഒരുപക്ഷെ അവരുടെ പെരുന്നാളിന് യൂണിറ്റ് അൽഹംദുലില്ലാ വർഷങ്ങളായി ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് വളരെ സന്തോഷമായത്, ചില ആളുകളുടെ വീട്ടിൽ വെച്ച് സപ്ലൈ ചെയ്തിരുന്ന ഈ കിറ്റ് അൽഹംദുലില്ലാ നമ്മുടെ റോഡിന്റെ വക്കിലേക്ക് എത്തി. ഇനി ഇൻഷാ അല്ലാഹ് ഇനി വിപുലമാക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ നാടിൻ്റെ അഭിമാനമായ MLA-യും ചെയർമാനൊക്കെ ഈ നാട്ടുകാരാണ്. അതുകൊണ്ട് അവരുടെ കൂടി സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സത്യാർഹമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ബഹുമാനപ്പെട്ട മർഹൂം താഹിർ അഹദലി തങ്ങളാണ്. തൻ്റെ പ്രസ്ഥാനത്തിൻ്റെ, തൻ്റെ ആദർശത്തിൻ്റെ വരികൾ ഇവിടെ പഠിപ്പിച്ചു തരികയും അത് ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാടിൽ ആത്മീയമായും സാമ്പത്തികമായും എങ്ങനെ സഹായിക്കണം, എങ്ങനെ സംസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു തരുന്ന കേരള മുസ്ലിം ജമാഅത്തും SYS-ഉം
SSF ഇൻഷാ അല്ലാ നമ്മുടെ മാതൃകാപരമായുള്ള നീക്കുപോക്കുകൾ നമ്മുടെ നാടിന് എന്നും അഭിമാനമായി നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഒന്നുകൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും ആശംസകൾ അറിയിച്ചുകൊണ്ട് രണ്ട് വാക്കുകൾ വിരാമം. അസ്സലാമു അലൈക്കും. SSF നെല്ലിക്കുന്ന് യൂണിറ്റ് നടത്തിയ ഈ മഹാസംഭവം അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും കാസർഗോഡ് സോണിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്ന വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം, അതുപോലെ നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്ന ജില്ലാ സാന്ത്വന പ്രസിഡന്റ് അമീൻ തങ്ങൾ, അതുപോലെ സോൺ നേതാക്കന്മാർ, സർക്കിൾ നേതാക്കന്മാർ, ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ സമാപിച്ചതായി അറിയിച്ചു. മറ്റുള്ളവരെ സഹായിക്കുവാൻ أهلا رمضان رمضان قد جئتنا بالغفران والرحمة والإحسان أهلا رمضان أهلا أهلا رمضان رمضان قد جئتنا بالغفران والرحمة والإحسان أهلا رمضان أهلا قد جئت يا شهر الطاعات بتعيد جميل الصفات باليمن وبالبركات أهلا رمضان أهلا أهلا رمضان أهلا شهر القرآن أهلا أهلا رمضان أهلا شهر القرآن أهلا قد طال الشوق إليك وعودت يا رمضان أهلا قد طال الشوق إليك وعودت يا رمضان أهلا أهلا رمضان رمضان قد جئتنا بالغفران والرحمة والإحسان أهلا رمضان أهلا أهلا رمضان رمضان قد جئتنا بالغفران والرحمة والإحسان أهلا رمضان أهلا قد جئت يا شهر الطاعات بتعيد جميل الصفات باليمن وبالبركات أهلا رمضان أهلا أهلا رمضان أهلا شهر القرآن أهلا أهلا رمضان أهلا شهر القرآن أهلا قد طال الشوق إليك وعودت يا رمضان أهلا قد طال الشوق إليك وعودت يا رمضان أهلا 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇതങ്ങനെ എല്ലാവർക്കും ബഹുമാനനായ കാസർഗോഡിന്റെ ഒരു അസറ്റ് എന്ന് പറയാവുന്ന അപാരമായ പണ്ടങ്ങളുടെ ഉടമയാണ് കാസർഗോഡ്. ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ആ ഗ്രന്ഥം വീട് നൽകാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. വേദിയിൽ പ്രിയപ്പെട്ട അഹമ്മദായങ്ങളുടെ City Gold, Gold and Diamonds, Kerala and Karnataka.